അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഈ പറയുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ന്യായമുണ്ടോ? കാരണം FIR വന്നിട്ട് മണിക്കൂറുകൾ ആയിരിക്കുന്നു. രാഹുൽ ഇപ്പോഴും ഒളിവിലാണ്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്ന സാഹചര്യം, അതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് രാഹുൽ. ഞാൻ പറയാം, ഇപ്പൊ ക്ലിയർ ആണല്ലോ. ശരി. അപ്പോൾ ഇതില് ഒരു വിഷയമുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും ഇപ്പൊ ഒരു പുതിയ നിയമമുണ്ട്, BNS ഭാരതീയ ന്യായ സംഹിത. നേരത്തെ IPCയിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ BNS-ഉം BNSS-ഉം. CRPCയിൽ നിന്നും വ്യത്യസ്തമാണ് പല കാര്യത്തിലും. ഭാരതീയ എന്താ പറയാ ന്യായ സംഹിതയും അതോടൊപ്പം BNSS-ഉം. അപ്പോ ഇത് രണ്ടിനും ഉള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, CRPC പ്രകാരം ഒരു പരാതി പോലീസുകാരന് കിട്ടണം. എന്തെങ്കിലും ഒരു അൺനാച്ചുറലായ അല്ലെങ്കിൽ അസ്വാഭാവികമായ സംഭവത്തെ തുടർന്ന് ഒരു പരാതി കിട്ടും. അത് എന്തുമാവാം. ഇപ്പോൾ റോഡ് വക്കിൽ ഒരു ശവം കിടക്കുന്നു, അപ്പോൾ പോലീസുകാരൻ ഒരു അൺനാച്ചുറൽ ഡെത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് അതൊരു വണ്ടി ഇടിച്ച് നിർത്താണ്ട പോയ കേസാണ്, അല്ലെങ്കിൽ എവിടുന്നോ ഒരാളെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് കൊണ്ടുവന്നിട്ടതാണ് എന്നൊക്കെ പിന്നീടാണ് വകുപ്പ് മാറുക. ആക്സിഡന്റ് അതല്ലെങ്കിൽ മർഡറൊക്കെ ആവുക. അപ്പൊ അവിടെ ഒരു പരാതി, ഒരു ഇൻഫർമേഷൻ വേണം. ഇന്നത്തെ BNSS-ന്റെ പ്രകാരം എനിബഡി ക്യാൻ ബിക്കം എ കംപ്ലൈനന്റ്. ആർക്കും പരാതിക്കാരനാവാം. ഇങ്ങനെ നാട്ടിൽ നടക്കുന്ന കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ പോലീസിന് കോടതിയുടെ സമ്മതമില്ലാതെ അന്വേഷണവുമായി മുന്നോട്ട് പോവാൻ അധികാരമുള്ള വകുപ്പ്. മാത്രവുമല്ല, പോലീസിന് സോമോട്ടോ, അതായത് കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടായാൽ സോമോട്ടോ കേസെടുക്കാം. ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പെൺകുട്ടി ഈ ഓഡിയോ ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളും ഒക്കെ പുറത്തു വന്നു. ആ സമയത്ത് എന്താ പറഞ്ഞത്? എന്നെ നിർബന്ധിച്ച് ഗർഭഛിദ്രം ചെയ്യിപ്പിച്ചു എന്ന് ആ കുട്ടി അന്നും പറഞ്ഞിട്ടുണ്ട്. അന്ന് ഒരു ക്രൈംബ്രാഞ്ച് സംഘത്തെ അന്ന് ഏൽപ്പിച്ചു എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. പക്ഷെ അത് എവിടെ എത്തിയില്ല. അന്നൊരു FIR ഇടേണ്ടിയിരുന്നു. FIR ഇട്ട് രാഹുൽ മാങ്കൂട്ടത്തെയും ആ പെൺകുട്ടിയെയും ചോദ്യം ചെയ്യേണ്ടിയിരുന്നു. ചോദ്യം ചെയ്തിരുന്നെങ്കിൽ എന്ത് സാഹചര്യത്തിലാണ് നിങ്ങളുടെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നത്, നിങ്ങൾ പറയുന്നത് ശരിയാണോ അതോ വ്യാജമാണോ എന്ന് ചോദിച്ചാൽ ഇത് ശരിയാണ്, എന്നെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ FIR-ന്റെ മുകളിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. അവിടെ പോലീസ് എന്താ പറയാ, ആരും പരാതി ഒന്നുമില്ല. അങ്ങനെയല്ലല്ലോ, കോഗ്നിസബിൾ ഒഫൻസ് അല്ലേ, പരാതിയൊന്നും വേണ്ടല്ലോ, ഒഫൻസ് റിവീലായില്ലേ. ഗർഭചിത്രം ബലം പ്രയോഗിച്ചോ നിർബന്ധിച്ചോ ഗർഭചിത്രം നടത്തുന്നത്, കാരണം MTP ആക്ട് ഉണ്ട്. ഒരു സംഘത്തെ അന്വേഷിച്ചപ്പോഴത്തേക്ക് പരാതിക്കാരിക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവിടെ നിർത്തിയത്. അങ്ങനെ പറഞ്ഞതായി ഞാനിപ്പോ കേൾക്കുകയാണ്. അന്ന് പറഞ്ഞത് അത് പരാതിക്കാരി പരാതിയില്ല, ഈ പർട്ടിക്കുലർ പരാതിക്കാരി പരാതിയില്ല എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇത് ആദ്യത്തെ അറിവാ. വേറെ രണ്ട് പെൺകുട്ടികൾ ഞങ്ങൾക്ക് പരാതിയില്ല, അവരിന്നും പറയുന്നുണ്ട് ഞങ്ങൾ പരാതിക്കുന്നില്ല എന്ന്. ഈ പെൺകുട്ടി അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ അറിയില്ല. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. കാരണം എന്താണ്, ഒരു റിവീൽഡ് ഒഫൻസ് ആണ്. ഈ MTP പറഞ്ഞൊരു ആക്ട് ഉണ്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ആ ആക്ട് എന്താ പറയുന്നത്? ഗർഭചിത്രം നടത്താൻ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറായിരിക്കണം അഡ്വൈസ് ചെയ്യേണ്ടത്, മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. ആര്? രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. അലോപ്പതി ആവാം, ഹോമിയോപ്പതി ആവാം, ആയുർവേദമാകാം. രജിസ്റ്റർ ചെയ്ത BIMS-ഓ BHMS-ഓ MBBS-ഓ എടുത്തിട്ട് രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് ഗർഭചിത്രം നടത്താൻ പാടുള്ളൂ. ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഗുളിക വാങ്ങിയിട്ട് കൊടുക്കാൻ പാടില്ല, സ്വയം കഴിക്കാനും പാടില്ല, വേറൊരാൾക്ക് കൊടുക്കാനും പാടില്ല. അത് രണ്ടാമത്തെ ഗുരുതരമായ ഒഫൻസാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഗർഭചിത്രം നടത്തി, എനിക്ക് പരാതിയില്ല എന്ന് പറയാൻ പറ്റൂല. ഗർഭചിത്രം നടത്താൻ പാടില്ല, സ്വകാര്യമായി നടത്താൻ പാടില്ല. അങ്ങനെ പറഞ്ഞത് റിവീൽ ആയാൽ ആ വ്യക്തി പ്രതിയാണ്, ആ പെൺകുട്ടി പ്രതിയാവും. കൈക്കൂലി കൊടുക്കുന്നത് മാത്രമല്ലല്ലോ, അല്ല വാങ്ങുന്നത് മാത്രമല്ല, കൊടുക്കുന്ന കുറ്റമല്ലേ. അപ്പൊ അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോ അത്ര എളുപ്പമല്ല കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവര് പറയുന്നു യെദ്യൂരപ്പയുടെ പേരിൽ കേസുണ്ട്. യെദ്യൂരപ്പയുടെ പേരിൽ ഒരു പരാതി വന്നു. അയാൾക്ക് അങ്ങോട്ട് 80 വയസ്സായപ്പോഴാണ് ഒരു പെൺകുട്ടി പരാതി കൊടുക്കുന്നത്, പീഡിപ്പിച്ചു. യെദ്യൂരപ്പ എന്താ പറഞ്ഞത്? എന്റെ വീട്ടിൽ ഇവരും അമ്മയും കൂടി വന്ന് ബഹളം വെച്ചു, ഞാനാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത്. അന്വേഷിച്ചപ്പോൾ 52 പേർക്കെതിരെ ഈ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട്.
52 പ്രമുഖ വ്യക്തികൾക്കെതിരെ പീഡന പരാതി കൊടുത്തിട്ടുണ്ട്. യെദ്യൂരപ്പൻ നിഷേധിച്ചു. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പോലീസ് കേസെടുത്തു. ഇനി കോടതി തീരുമാനിക്കട്ടെ. സിനിമാ നടൻ മുകേഷ് MLA ആണ്. അങ്ങോർക്കെതിരെ പരാതി വന്നു. അങ്ങോരെന്താ പറഞ്ഞത്? ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഇത് ഇങ്ങനെയൊന്നും ചെയ്തിട്ട് ഇത് രാഷ്ട്രീയ ആരോപണമാണ്. അങ്ങോട്ട് നിഷേധിച്ചു. പോലീസ് കേസെടുത്തു, കുറ്റപത്രം സമർപ്പിച്ചു. ഇനി കോടതി തീരുമാനിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ ആ ടെലിഫോൺ സംഭാഷണം എന്റേതല്ല എന്ന്? അന്ന് ഈ സംഭവം പുറത്തു വന്നപ്പോൾ ചർച്ചകളിൽ ഞാൻ ചോദിച്ച ചോദ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയട്ടെ, ആ ടെലിഫോൺ സംഭാഷണം എന്റേതല്ല, ആ ടെലിഫോൺ സംഭാഷണം എന്റേതല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത്. അന്ന് പറഞ്ഞത് കേസില്ല എന്നാണ്. ഇപ്പൊ എന്താ പറയുന്നത്? ഞാൻ അവരും തമ്മിലുള്ള ബന്ധം സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ബന്ധമാണ്, ഞാനല്ല ഗുളിക കൊടുത്തത്. ഇദ്ദേഹം അന്നേ നിഷേധിക്കേണ്ടിയിരുന്നു, എനിക്ക് അവരായിട്ടൊരു ബന്ധമില്ല, ഞാനും അവരും തമ്മിൽ ഒരു സംഭാഷണമില്ല, ഇത് വ്യാജ ടെലിഫോൺ സംഭാഷണമാണ്. നിഷേധിക്കണം. നിഷേധിച്ചിട്ട് ഇത് രാഷ്ട്രീയമാണെന്ന് പറയണം. നിഷേധിക്കുന്നതിന് പകരം കേസില്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ കേസ് വന്നല്ലോ. അപ്പൊ എന്തായി? അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ. ഒരു പൊതുപ്രവർത്തകനാണ് നിങ്ങൾ. ആരോപണങ്ങൾ വരും, സ്വാഭാവികമാണ്. ആരോപണങ്ങൾ വന്നാൽ ആ ആരോപണങ്ങളിൽ അവനവന്റെ ഭാഗം ക്ലിയർ ചെയ്യണം. ഞാൻ ചെയ്തിട്ടില്ല, എനിക്കെതിരെയുള്ള ആരോപണം, ഞാൻ കോടതി അന്വേഷണം നേരിടാൻ തയ്യാറാണ്. അതിന് പകരം കേസില്ലല്ലോ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, കേസ് വരാൻ ഒരു മിനിറ്റ് മതി. ആ ആരോപണം ഉന്നയിക്കുന്ന പെൺകുട്ടിയുടെ മനസ്സൊന്ന് മാറിയ കേസ് വന്നു. ഇനിയും കേസ് വരാൻ സാധ്യതയുണ്ട്. 5 or 6 കേസിനുള്ള സ്കോപ്പ് ഇപ്പോഴും ഉണ്ട്. പലരും മിണ്ടാതിരിക്കുക. നമുക്കിതൊക്കെ അറിയാം. നിങ്ങൾ നിഷേധിക്കൊന്നും വേണ്ട. നിരവധി പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കിട്ടിയിട്ടുണ്ട്. അതിൽ ആരെങ്കിലും അതിഭീകരമായ അവസ്ഥകളിലൂടെയാണ് പല പെൺകുട്ടികളും കടന്നുപോയിട്ടുള്ളത് എന്നാണ് ഒരു പ്രാഥമിക അന്വേഷണത്തിൽ പോലും നമുക്ക് ബോധ്യമാകുന്നത്. അത് കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്തുള്ള എല്ലാവർക്കും അറിയാം. ആരും പുറത്തു പറയാത്തത് എന്താ വെച്ചാൽ, എന്തിനാ, ഇതൊന്നും നമ്മുടെ ജോലിയല്ലല്ലോ. ഈ പെൺകുട്ടികൾ വരികയാണെങ്കിലല്ലേ നമുക്കിതിൽ ഇടപെടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇല്ല എന്നൊന്നും പറയണ്ട. ഇതിലും ഗുരുതരമായ കേസുകൾ വേറെ ഉണ്ട്. അത് വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. വരാൻ സാധ്യതയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോരെ നിങ്ങൾ മുളയിൽ നുള്ളേണ്ടിയിരുന്നു. ഇങ്ങോരെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് മുളയിൽ നുള്ളേണ്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ടിക്കറ്റ് കൊടുത്ത് ജയിപ്പിച്ച് ഇന്ന് ഇത്രയും വലിയ ഒരു വിഷയമാക്കി നമ്മുടെ മണ്ഡലം മലിനമാക്കിയതിന് കോൺഗ്രസ് നേതൃത്വം തന്നെ ഉത്തരം പറയണം. അതിൽ യാതൊരു തർക്കവും ഇല്ല.